അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇതെൻ്റെ ഒരു ഈവനിങ് ടു നൈറ്റ് വ്ളോഗാണ് കേട്ടോ. എൻ്റെ ഒരു ആദ്യത്തെ വ്ളോഗും കൂടിയാണ്. അപ്പോൾ അതിൻ്റെതായ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട്. പിന്നെ ഇതിലെന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കൊക്കെ കാണുമെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതാ ഇവിടെ ഏകദേശം സമയം ഒരു 4-4:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മഴയൊന്നുമില്ല, നല്ല വെയിലുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും മോനും മക്കളെല്ലാവരും കൂടി വെയിലൊക്കെ കുറച്ച് നേരം കൊള്ളാമെന്ന് വിചാരിച്ച് പുറത്തിറങ്ങിയതാണ്. പിന്നെ അത് മോനക്ക് ഉറക്കമൊക്കെ വന്ന് മോനെ പോയി ഉറക്കി കൊടുത്ത് ഇനി അവനക്കുള്ള കൂളൊക്കെ റെഡിയാക്കി വെക്കണം അവൻ എഴുന്നേൽക്കുമ്പോഴേക്കും. അപ്പോൾ ഞാൻ മോൻ്റെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഇതുപോലെ അവൻ ഉറങ്ങുന്ന സമയത്താണ് ചെയ്യാറുള്ളത്. കുറച്ച് അയൺ ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ അയൺ ചെയ്ത് വന്നിട്ടാണ് ഇപ്പോൾ ഞാൻ അവൻ എഴുന്നേൽക്കാനാവുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് ഞാൻ അവൻ്റെ കൂള് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ അവനക്ക് കൊടുക്കുന്നത് റാഗിയാണ്. രാവിലെ നമ്മൾ നുറുക്ക് ഗോതമ്പിൻ്റെ കൂള് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിത് മാറ്റി വെക്കാം. ഇനി ചെറിയ കുറച്ച് വർക്കും കൂടെ ചെയ്ത് തീർക്കാനുണ്ട് കേട്ടോ. കുറച്ച് പച്ചമുളക് നമുക്ക് ബോട്ടിലാക്കി വെക്കാനുണ്ട്. ഇത് നമ്മുടെ വീട്ടിലിങ്ങനെ പച്ചമുളകൊക്കെ കൊണ്ടുവന്നാൽ ഇതിൻ്റെ ഞെട്ടി ഇതുപോലെ ഇങ്ങനെ കളഞ്ഞിട്ട് നമ്മൾ ബോട്ടിലിൽ ഇട്ട് വയ്ക്കുക ചെയ്യാറുള്ളത്. ഇനിയിപ്പോൾ ഫ്രിഡ്ജിലായാലും അല്ലാണ്ട് നമ്മൾ പുറത്ത് വെച്ച് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് നാളത്തേക്ക് കേടുകൂടാണ്ട് നമുക്ക് ഇതുപോലെ വെക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി. അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതെൻ്റെ ബ്രദറിൻ്റെ മോളാണ്. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും ഇതുപോലെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് ചോദിക്കുന്ന കേട്ടോ. അങ്ങനെ ഈ പണിയൊക്കെ നമ്മുടെ കഴിഞ്ഞു. ഇനി കുറച്ച് മിൻ്റൊക്കെ പറിച്ചു കൊടുക്കാനുണ്ട്. കാരണം നിൽക്കാൻ്റെ വക ഒരു ഗ്രീൻ ചിക്കൻ ഉണ്ടാക്കി തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കിച്ചൻ്റെ ബാക്ക് സൈഡിൽ നട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ മഴ കാരണം ഒരുപാടായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കിച്ചൺ ആവശ്യത്തിനായിട്ടുള്ളതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അങ്ങനെ നല്ല ഫ്രഷ് ലീഫ് ഞാൻ പറിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പറിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അട്ടയൊക്കെ ഉണ്ടാവും, മഴയൊക്കെ അല്ലേ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഫോണ് വീഴുമെന്നൊക്കെയുള്ള പേടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ചിക്കൻ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇതുപോലെ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ഹസ്ബൻഡൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കില്ല. കാരണം നമ്മളെപ്പോഴും കിച്ചണിൽ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കിയും പണിയൊക്കെ എടുത്തിരിക്കുമ്പം ഇതുപോലെ അവരെന്തെങ്കിലും ഒരു ഹെൽപ്പൊക്കെ ചെയ്ത് തരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തന്നെയാണല്ലേ. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ പറിച്ചു കൊടുത്തിട്ടുള്ള പുതിനയിലയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനായിട്ട് നമ്മളിവിടെ പെപ്പർ പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് തൈരും ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു സവാളയും അതുപോലെ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 2 കിലോ ചിക്കനിലേക്കുള്ള മസാലയാണ് കേട്ടോ നമ്മൾ കൂട്ടാൻ പോകുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ മസാല ഇത്രയേ ഉള്ളൂ. പിന്നെ അതിന് ശേഷം നമ്മൾ ചിക്കൻ ക്ലീൻ ചെയ്തിട്ട് ഇത് മാഗ്നേറ്റ് ചെയ്തിട്ട് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം ഒക്കെ വന്നിട്ട് അവിടെ ഫ്രൈ ചെയ്തെടുക്കാനൊക്കെ തുടങ്ങി. ഏകദേശം ഇത് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമുക്ക് മയോണൈസും ഒക്കെ റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ മയോണൈസ് നമ്മുടെ വീട്ടിൽ പൊതുവേ ഉണ്ടാക്കിയാൽ എല്ലാവരും അപ്പം തന്നെ വന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കും കേട്ടോ. ഇതിപ്പോൾ ഉമ്മ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ്. ഉമ്മ ഇതിൻ്റെ വലിയൊരു ഫാനാണ് കേട്ടോ. മയോണൈസ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഇഷ്ടമുള്ള ഒരാളാണ് ഉമ്മ. എന്നിട്ട് മയോണൈസൊക്കെ റെഡിയാക്കി തന്നു. അങ്ങനെ ചിക്കനൊക്കെ നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കഴിക്കാനായിട്ട് നമ്മൾ ചപ്പാത്തിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചിക്കനും മയോണൈസും ചപ്പാത്തിയൊക്കെ കൂടി നമ്മൾ നല്ലപോലെ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.